ആന്ധ്രാപ്രദേശിൽ ഇന്ന് അധികാരമേൽക്കുക 25 അംഗ മന്ത്രിസഭയാണ്. 21 മന്ത്രിമാരും ടി ഡി പിയിൽ നിന്നാണ്. ജനസേനയ്ക്ക് 3, ബി ജെ പിക്ക് 1 മന്ത്രി ഉണ്ടാകും. തെലുഗു സൂപ്പർ താരം പവൻ കല്യാൺ, നിയുക്ത മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ് എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നറിയുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രി പദവും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു. പറയൂ ബൽറാം, ആന്ധ്രയിലേക്ക്. എസ് കെ എൻ, ആന്ധ്രാപ്രദേശിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിസഭയുടെ ഏതാണ്ട് പൂർണ്ണ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തെ കൂടാതെ മറ്റ് 24 മന്ത്രിമാരാകും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുക. അതിൽ 21 പേർ ടി ഡി പിയിൽ നിന്നാണ്. കൂടാതെ ജനസേന, പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേന പാർട്ടിക്ക് 3 മന്ത്രിമാരാകും ഉണ്ടാകുക. പവൻ കല്യാണും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സഭാകക്ഷി നേതാവായി കഴിഞ്ഞ ദിവസം ജനസേന പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം തെരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. അനുകൂല പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായി ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ബി ജെ പിക്ക് 1 മന്ത്രിസ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. സത്യകുമാർ യാദവ് ആണ് മന്ത്രിസഭയിലെ ബി ജെ പിയുടെ അംഗം. ഇത് കൂടാതെ ചന്ദ്രബാബു നായിഡുവിന്റെ മകനും ടി ഡി പിയുടെ ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ടി ഡി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അച്ഛൻ നായിഡു, ജനസേന പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ നദേന്ദല മനോഹർ എന്നിവരും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ 3 പാർട്ടികളുടെയും ടി ഡി പി, ജനസേന പാർട്ടി, ബി ജെ പി എന്നിവരുടെ സംസ്ഥാനതല പ്രമുഖ ചുമതലകൾ വഹിക്കുന്ന നേതാക്കളെല്ലാം തന്നെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. ഇന്ന് രാവിലെ 11:27 സത്യപ്രതിജ്ഞാ ചടങ്ങ്. എസ് കെ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.